Hello students. So today we are going to discuss microsporogenesis or formation of pollen grains. So you know that pollen grains are the male gametes of a sexually reproducing flower. Okay, and these are produced in the anther. So microsporogenesis, it is the formation of microspores. Okay, formation of microspores from a pollen mother cell through meiosis. Okay, from a pollen mother cell, microspores will be formed by the process of meiosis. You know that in the formation of gametes, the type of division that takes place will be reduction division, that is meiosis. So formation of microspores from a pollen mother cell through meiosis, that is microsporogenesis. Okay, then coming to the steps of microsporogenesis. Okay, so we have already studied the structure of microsporangium in our last class, right? So we have seen that there are 4 walls. Which were the walls? Epidermis, endothecium, middle layers and tapetum. Okay, so the first 3 walls, epidermis, endothecium and middle layer, they are concerned with the protection of pollen grain, whereas the innermost wall, that is tapetum, that is involved, it gives nourishment to the developing pollen grain. Okay, so these were the layers. Then നിങ്ങൾ അന്ന് നമ്മൾ ലെയേഴ്സ് പറഞ്ഞപ്പോൾ ഓർക്കുന്നുണ്ടോ, നമ്മൾ ഏറ്റവും ഇന്നർ പാർട്ടിലായിട്ട് സ്പോറോജീനസ് ടിഷ്യൂ ഉണ്ട്. ഓക്കെ, മൈക്രോസ്പൊറാഞ്ചിയത്തിൻ്റെ ഏറ്റവും ഇന്നർ പാർട്ടിൽ, അതായത് നമ്മുടെ ടപ്പീറ്റം ലെയറും കഴിഞ്ഞിട്ട് അതിൻ്റെ ഉള്ളിലായിട്ട് എ ഗ്രൂപ്പ് ഓഫ് സെൽസ് ആർ പ്രസൻറ്റ് വിച്ച് ആർ നോൺ ആസ് സ്പോറോജീനസ് ടിഷ്യൂ. ടിഷ്യൂ എന്ന് വെച്ചാൽ നിങ്ങൾക്കറിയാം, എ ഗ്രൂപ്പ് ഓഫ് സെൽസ്. സോ a sporogenous tissue, that is a group of cells, is present in microsporangium, and each cell of this sporogenous tissue will act as a microspore mother cell. Okay, അപ്പോൾ സ്പോറോജീനസ് ടിഷ്യൂ ഉണ്ട്, ഒരു ഗ്രൂപ്പ് ഓഫ് സെൽസ് ആണ് സ്പോറോജീനസ് ടിഷ്യൂവിലുള്ളത്. അതിൽ ഓരോ സെല്ലും എന്തായിട്ട് ആക്ട് ചെയ്യും? മൈക്രോസ്പോർ ഓർ പോളൻ മദർ സെല്ലായിട്ട് ആക്ട് ചെയ്യും. Then e microspore mother cell, okay, this microspore mother cell will undergo meiotic division to form a microspore tetrad. Okay, microspore mother cell അതിൽ മിയോട്ടിക് ഡിവിഷൻ, ഓക്കെ, നമുക്കറിയാം ഗ്യാമൈറ്റ് ഫോർമേഷൻ എന്ത് വേണം? റിഡക്ഷൻ ഡിവിഷൻ നടക്കണം. സോ മൈക്രോസ്പോർ മദർ സെൽ, സോ നമ്മുടെ മൈക്രോസ്പോർ മദർ സെൽ എങ്ങനെയാണ്? ഡിപ്ലോയിഡ് ആണ്. ഇത് നമ്മൾക്ക് ഇവിടെ കാണാം, 2n ആണ് അതിൻ്റെ പ്ലോയിഡിറ്റി. ഓക്കെ, ഡിപ്ലോയിഡ് ആണ്. സോ ഡിപ്ലോയിഡ് ആയിട്ടുള്ള മൈക്രോസ്പോർ മദർ സെല്ല് മിയോസിസ് നടന്ന് ഹാപ്ലോയിഡ് ആയിട്ടുള്ള മൈക്രോസ്പോർ ടെട്രാഡ് ഫോം ചെയ്യും. ഓക്കെ, സോ വാട്ട് ഈസ് എ ടെട്രാഡ്? ടെട്രാഡ് മീൻസ് എ ഗ്രൂപ്പ് ഓഫ് 4 മൈക്രോസ്പോർസ് അറേഞ്ച്ഡ് ഇൻ എ സെൽ. ഓക്കെ, ഒരു നാല് മൈക്രോസ്പോർസ് ഒരുമിച്ച് അറേഞ്ച് ചെയ്ത് വെച്ചേക്കുന്ന അതാണ് നമ്മൾ ടെട്രാഡ്. 4. ഓക്കെ, 4 മൈക്രോസ്പോർസ് ഒരുമിച്ച് അറേഞ്ച് ചെയ്ത് വെച്ചേക്കുന്നതാണ് മൈക്രോസ്പോർ ടെട്രാഡ്. സോ ഒരു ടെട്രാഡ് ഫോർമേഷൻ നടക്കും. മൈക്രോസ്പോർ മദർ സെല്ല് മിയോസിസ് നടന്ന് ഒരു ടെട്രാഡ് ഫോർമേഷൻ നടക്കും. ആൻഡ് വെൻ ദ ആന്തർ മെച്യൂർസ് ആൻഡ് ഡീഹൈഡ്രേറ്റ്സ് ദീസ് മൈക്രോസ്പോർസ് ഡിസോസിയേറ്റ്സ്. ഇവർ 4 പേര് ഒരുമിച്ചാണ് ഇരിക്കുന്നത് മൈക്രോസ്പോർസ് അല്ലേ. ആന്തർ മെച്യൂർ ചെയ്ത് ഡീഹൈഡ്രേറ്റ് ചെയ്യുന്ന സമയത്ത് ഇവർ 4 പേരും സെപ്പറേറ്റ് ചെയ്യും. ആൻഡ് ദ മെച്യൂർസ് ഇൻ ടു പോളൻ ഗ്രെയിൻസ്. ഓക്കെ, ആന്തർ മെച്യൂർ ചെയ്യുന്ന സമയത്ത് ഈ ടെട്രാഡ് സ്ട്രക്ചർ ഡിസോസിയേറ്റ് ചെയ്ത് ഓരോരുത്തരും എന്തായിട്ട് മാറും? ദ മെച്യൂർ ഇൻ ടു പോളൻ ഗ്രെയിൻസ്. സോ ദിസ് ഈസ് ദ പ്രോസസ് ഓഫ് മൈക്രോസ്പോറോജെനസിസ്. ഫസ്റ്റ് എന്തുണ്ട്? സ്പോറോജീനസ് ടിഷ്യൂ ഉണ്ട് മൈക്രോസ്പൊറാഞ്ചിയത്തിൽ. ഡിപ്ലോയിഡ് ആയിട്ടുള്ള സ്പോറോജീനസ് ടിഷ്യൂ ഉണ്ട്. ടിഷ്യൂ എന്ന് വെച്ചാൽ നമുക്കറിയാം എ ഗ്രൂപ്പ് ഓഫ് സെൽസ്. സോ ഈച്ച് സെൽ ഓഫ് ദി സ്പോറോജീനസ് ടിഷ്യൂ വിൽ ആക്ട് ആസ് എ മൈക്രോസ്പോർ മദർ സെൽ. ദെൻ ദിസ് ഡിപ്ലോയിഡ് മൈക്രോസ്പോർ മദർ സെൽ വിൽ അണ്ടർഗോ മിയോസിസ് ടു ഫോം എ microspore tetrad, that is 4 microspores present inside a single structure, that is microspore tetrad.
Okay, then when the anther matures, this tetrad structure or the microspores will dissociate and they matures into pollen grains. So this is the process of microsporogenesis. നിങ്ങളിതിൽ എല്ലാ ഈ സ്റ്റെപ്പ് ക്ലിയർ ആയിട്ട് നിങ്ങൾ പഠിക്കുക. ഓക്കെ, ഞാൻ നിങ്ങൾക്ക് ഈ സ്റ്റെപ്സ് ക്ലിയർ ആയിട്ട് നിങ്ങൾ ഓരോ സ്റ്റെപ്സും എഴുതി തന്നെ പഠിക്കുക. ഒരുപാട് കോംപ്ലക്സ് ആയിട്ടുള്ള കാര്യങ്ങളൊന്നുമില്ല. മിയോസിസ്റ്റിക് ഡിവിഷൻ നടക്കുന്ന ആ ഒരു പോയിൻറ്റ്സ് ആണ് മെയിനായിട്ട് നിങ്ങൾ ഓർക്കാനുള്ളൂ. ഓക്കെ, ടേംസൊക്കെ കറക്റ്റായിട്ട് നിങ്ങൾ ഓർത്തിരിക്കുക. ഓക്കെ, അപ്പം നമ്മൾ മൈക്രോസ്പോറോജെനിസിസ് പറഞ്ഞു അല്ലേ. അപ്പം എന്തായിരുന്നു മൈക്രോസ്പോറോജെനിസിസ്? ദ ഫോർമേഷൻ ഓഫ് മൈക്രോസ്പോർസ് ഫ്രം എ മൈക്രോസ്പോർ മദർ സെൽ ബൈ ദ പ്രോസസ് ഓഫ് മിയോസിസ്. നിങ്ങളുടെ ടെക്സ്റ്റിൽ ഇത്രയും കാര്യങ്ങളാട്ടോ, വലിയ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നില്ല. മിയോസിസ് നടന്ന് ഫോം ചെയ്യുന്നു, ആ കാര്യങ്ങളാണ് മെയിനായിട്ട് പറയുന്നത്. ദെൻ ഈ സെക്കൻഡ് ഫിഗർ, ഈ ഗ്രീൻ കളേർഡ് ഫിഗർ നിങ്ങളുടെ NCERT ടെക്സ്റ്റിലുള്ള ഫിഗറാണ്. ഓക്കെ, അപ്പം ഇതിൽ നമുക്ക് കാണാം ഫസ്റ്റ് ഒരു മൈക്രോസ്പോർ മദർ സെല്ലുണ്ട്. ദെൻ വാക്യൂൾസ് ആർ പ്രസൻറ്റ് ആൻഡ് ഓൾസോ എ ന്യൂക്ലിയസ് ഈസ് പ്രസൻറ്റ്. ഇവിടെ ന്യൂക്ലിയർ ഡിവിഷൻ നമ്മൾ പറഞ്ഞല്ലോ, മിയോസിസ് നടക്കുന്നുണ്ട്, അതാണ് ഈ കാണിച്ചിരിക്കുന്നത് അസിമെട്രിക് സ്പിൻഡിൽ ഫോർമേഷൻ. ഓക്കെ, ന്യൂക്ലിയർ ഡിവിഷൻ നടന്ന് 2 ന്യൂക്ലിയസ് വിൽ ബി ഫോംഡ്. അപ്പോൾ ഇതാണ് ഒരു പോളൻ ഗ്രെയിൻ്റെ സ്ട്രക്ചർ. ദർ വിൽ ബി എ വെജിറ്റേറ്റീവ് സെൽ ആൻഡ് ഓൾസോ എ ജനറേറ്റീവ് സെൽ വിൽ ബി ദ. അതൊക്കെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പോളൻ ഗ്രെയിൻ്റെ സ്ട്രക്ചർ പഠിക്കുമ്പോൾ നോക്കാം. അപ്പം നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ ഈ ഡയഗ്രാം കുറച്ചും കൂടി നിങ്ങൾക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ കുറച്ചും കൂടി എളുപ്പമുണ്ടാവും. അതാണ് ഞാൻ ഈ ഡയഗ്രാം ഇൻക്ലൂഡ് ചെയ്തത്. ഫസ്റ്റ് ഡയഗ്രാം നോക്കിയാൽ നിങ്ങൾക്കറിയാം, ഇവിടെ മൈക്രോസ്പോർ മദർ സെൽ ഉണ്ട്. ഓക്കെ, ദിസ് മൈക്രോസ്പോർ മദർ സെൽ വിൽ അണ്ടർഗോ മിയോസിസ് 1. ഓക്കെ, മൈക്രോസ്പോർ മദർ സെൽ വിൽ അണ്ടർഗോ മിയോസിസ് 1 ടു ഫോം 2 ഡോട്ടർ സെൽസ്. ഓക്കെ, അപ്പോൾ അവിടെ റിഡക്ഷൻ ഡിവിഷൻ നടന്നു. ക്രോമസോം നമ്പർ ഈസ് റെഡ്യൂസ്ഡ് ടു ഹാഫ്. ദെൻ സെക്കൻഡ് മിയോട്ടിക് ഡിവിഷൻ നടക്കും ആൻഡ് ടെട്രാഡ് വിൽ ബി ഫോംഡ്. 4 നമ്മൾ പറഞ്ഞല്ലോ, 4 മൈക്രോസ്പോർസ് അറേഞ്ച്ഡ് ഇൻ എ സിംഗിൾ സ്ട്രക്ചർ, ദാറ്റ് ഈസ് ടെട്രാഡ്. ദെൻ മച്ചുവറായി കഴിയുമ്പം പോളൻ ഗ്രെയിൻസ് വിൽ സെപ്പറേറ്റ്. പോളൻ ഗ്രെയിൻസ് സെപ്പറേറ്റ് ആയി കഴിഞ്ഞിട്ട് ദീസ് പോളൻ ഗ്രെയിൻസ് വിൽ അണ്ടർഗോ എ മൈറ്റോട്ടിക് ഡിവിഷൻ. ഓക്കെ, പോളൻ ഗ്രെയിൻസ് മൈറ്റോട്ടിക് ഡിവിഷൻ നടന്ന് മച്ചുവർ പോളൻ ഗ്രെയിൻസ് ആയിട്ട് ആ ഫോമിലാണ് അവർ റിലീസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പം മിയോസിസ് കൂടാതെ പോളൻ ഗ്രെയിൻസ് സെപ്പറേറ്റ് ആയി കഴിഞ്ഞ ശേഷം അവിടെ ഒരു മൈറ്റോട്ടിക് ഡിവിഷൻ നടക്കുന്നുണ്ട് ബിഫോർ ദെയർ മച്ചുറേഷൻ. ഓക്കെ, പോളൻ ഗ്രെയിൻസിൻ്റെ നമ്പർ ഇൻക്രീസ് ചെയ്യാനും സൈസ് ഇൻക്രീസ് ചെയ്യാനും വേണ്ടിയിട്ട് അവിടെ മൈറ്റോട്ടിക് ഡിവിഷൻ ഈസ് ഓൾസോ പ്രസൻറ്റ്. ഓക്കെ, അപ്പം പോളൻ ഗ്രെയിൻസ് ഫോം ചെയ്തു അല്ലേ. പോളൻ ഗ്രെയിൻസ് ഫോം ചെയ്തു, പോളൻ ഗ്രെയിൻസ് സെപ്പറേറ്റ് ചെയ്തു, എന്നിട്ട് അവർ മച്ചുവേർഡായി. ദെൻ ആന്തർ നമ്മൾ പറഞ്ഞ കാര്യമാണ്, ആന്തർ മച്ചുവർ ചെയ്ത് ഡീഹൈഡ്രേറ്റ് ചെയ്യുന്ന സമയത്ത് മൈക്രോസ്പോർസ് വിൽ ഡിസോസിയേറ്റ് ഫ്രം ഈച്ച് അതർ ആൻഡ് ഡെവലപ്പ് ഇൻ ടു പോളൻ ഗ്രെയിൻസ്. Then each microsporangium contains thousands of pollen grains. ഓരോ മൈക്രോസ്പൊറാഞ്ചിയം നമ്മൾ 4 കോർണേഴ്സിൽ ഓരോ മൈക്രോസ്പൊറാഞ്ചിയം നമ്മൾ പറഞ്ഞിരുന്നല്ലേ. അപ്പം 4 കോർണേഴ്സിൽ മൈക്രോസ്പൊറാഞ്ചിയം ഉണ്ട്. അതിൽ ഓരോ മൈക്രോസ്പൊറാഞ്ചിയത്തിലും thousands of pollen grains will be present. And they are released with the dehiscence of anther. ഈ ഫിഗറിൽ നിങ്ങൾക്ക് നോക്കിയറിയാം, ഇവിടെ സൈഡിലൊരു ബ്രേക്കിംഗ് കാണുന്നുണ്ട്. നമ്മൾ ഫസ്റ്റ് ക്ലാസ്സിൽ പറഞ്ഞിരുന്നു ലൈൻ ഓഫ് ഡെഹിസൻസ്, ഓർക്കുന്നുണ്ടോ? കേസ് ലൈൻ ഓഫ് ഡെഹിസൻസ് മീൻസ് എ പോയിന്റ് ദാറ്റ് ബ്രേക്സ് ടു റിലീസ് ദ പോളൻ ഗ്രെയിൻസ്. അതാണ് ലൈൻ ഓഫ് ഡെഹിസൻസ്. അപ്പോൾ ആ റീജിയൻ ബ്രേക്ക് ചെയ്തിട്ട് ദ പോളൻ ഗ്രെയിൻസ് വിൽ ബി റിലീസ്ഡ്. ദിസ് ഈസ് നോൺ ആസ് ഡെഹിസൻസ് ഓഫ് ആന്തർ. ആന്തറിൻ്റെ ഒരു പർട്ടിക്കുലർ പോർഷൻ ബ്രേക്ക് ചെയ്ത് the pollen grains will be released, that is dehiscence of anther. Okay, so each microsporangium will have thousands of pollen grains which are released by the dehiscence of anther. Okay, ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് പോളൻ ഗ്രെയിൻ്റെ സ്ട്രക്ചറാണ്. വാട്ട് ഈസ് ദ സ്ട്രക്ചർ ഓഫ് എ പോളൻ ഗ്രെയിൻ? So pollen grains are spherical in structure.
Okay. Spherical structure ആണ്, and they have a diameter of 25 to 50 millimeter. Around 25 to 50 millimeter diameter ഉണ്ട്. And the most important thing is that they has a two-layered wall. Okay, two-layered ആയിട്ടുള്ള wall വെച്ചിട്ടാണ് നമ്മുടെ പോളൻ ഗ്രെയിൻസ് ഫോം ചെയ്തേക്കുന്നത്. ഓക്കെ, സോ ഒരു ഫസ്റ്റ് ലെയർ ഉണ്ട്, ഈ ഡാർക്ക് ബ്രൗൺ റീജിയൻ കാണിച്ചേക്കുന്ന ഫസ്റ്റ് ലെയർ, ദെൻ ദ ഇന്നർ ലെയർ, രണ്ട് ലെയേഴ്സ് വെച്ചിട്ടാണ് ഫോം ചെയ്തേക്കുന്നത്. സോ ദ ഔട്ടർ ലെയർ ഈസ് നോൺ ആസ് എക്സൈൻ. ഓക്കെ, ഔട്ടർ ലെയർ ഈസ് നോൺ ആസ് എക്സൈൻ and the inner layer is known as intine. Okay, so two layers, outer layer known as exine and inner layer known as intine. So first നമുക്ക് inner layer നോക്കാം. Okay, inner layer. So inner layer or intine, ഈ ഒരു ലെയർ ആണ് intine. Okay, inner layer ഇതാണ് intine. So നിങ്ങൾക്ക് നോക്കിയാൽ അറിയാം, ഇറ്റ് ഈസ് എ കണ്ടിന്യൂസ് ലെയർ അല്ലേ, ഇടയ്ക്ക് ബ്രേക്കേജ് ഒന്നും ഇല്ലാത്ത ഒരു കണ്ടിന്യൂസ് ലെയർ ആണ് ഇൻറ്റൈൻ. ഇൻറ്റൈൻ ഈസ് എ കണ്ടിന്യൂസ് ലെയർ ആൻഡ് ഇറ്റ് ഈസ് ദ ഇന്നർ വാൾ ഓഫ് പോളൻ ഗ്രെയിൻ. ഇന്നർ വാളാണ്, കണ്ടിന്യൂസ് ആണ്, ഇറ്റ് ഈസ് തിൻ. ഓക്കെ, ഒരുപാട് തിക്നെസ് ഒന്നുമില്ല, തിന്നായിട്ടുള്ളൊരു റീജിയൺ ആണ്. ആൻഡ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് തിങ് ഈസ് ദാറ്റ് ഇറ്റ് ഈസ് മെയ്ഡ് അപ്പ് ഓഫ് സെല്ലുലോസ് ആൻഡ് പെക്റ്റിൻ. ഓക്കെ, ദ ഇന്നർ വാള് ഫോം ചെയ്തേക്കുന്നത് വിത്ത് ദ ഹെൽപ്പ് ഓഫ് സെല്ലുലോസ് ആൻഡ് പെക്റ്റിൻ. സെല്ലുലോസും പെക്റ്റിനും വച്ചിട്ടാണ് ഇന്നർ ലെയർ ആയിട്ടുള്ള ഇൻറ്റൈൻ ഫോം ചെയ്തേക്കുന്നത്. സോ ഇൻറ്റൈൻ ഈസ് ദ ഇന്നർ വാൾ ഓഫ് പോളൻ ഗ്രെയിൻ. ഇറ്റ് ഈസ് തിൻ, ഇറ്റ് ഈസ് കണ്ടിന്യൂസ് ആൻഡ് ഇറ്റ് ഈസ് ഓൾസോ ഫോംഡ് ഓഫ് സെല്ലുലോസ് ആൻഡ് പെക്റ്റിൻ. ദെൻ കമ്മിങ് ടു ദ ഔട്ടർ വാൾ, എക്സൈൻ. എക്സൈൻ നിങ്ങൾ ഏറ്റവും ഔട്ടർ മോസ്റ്റ് റീജിയനിൽ കാണുന്ന ഈ ഒരു പാർട്ട്, ഇതാണ് എക്സൈൻ. കുറച്ച് ഫോൾഡ് ചെയ്ത പോലെ കാണുന്നുണ്ടല്ലോ, ഡാർക്ക് ബ്രൗൺ കളർ, അതാണ് എക്സൈൻ. സോ ഇറ്റ് ഈസ് ദ ഹാർഡ് ഔട്ടർ ലെയർ. ഇന്നർ ലെയർ തിന്നാണ് ആൻഡ് ദ ഔട്ടർ ലെയർ വിൽ ബി ഹാർഡ്. ഓക്കെ, ആൻഡ് ഇറ്റ് ഈസ് മെയ്ഡ് അപ്പ് ഓഫ് എ കമ്പോണൻറ്റ് നോൺ ആസ് സ്പോറോപൊളിനി. സ്പോറോപൊളൈനിൻ എന്ന കമ്പോണൻറ്റ് വെച്ചിട്ടാണ് ഫോം ചെയ്തേക്കുന്നത്. അപ്പോൾ ഇൻറ്റൈൻ എന്ത് വെച്ചിട്ടായിരുന്നു? സെല്ലുലോസും പെക്റ്റിനും. എക്സൈൻ സ്പോറോപൊളൈനിൻ എന്ന് പറയുന്ന കമ്പോണൻറ്റ് വെച്ചിട്ടാണ് ഫോം ചെയ്തേക്കുന്നത്. ദ ഇമ്പോർട്ടൻസ് ഓഫ് സ്പോറോപൊളൈനിൻ, അത് എപ്പോഴും ചോദിക്കാറുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. വാട്ട് ഈസ് ദ ഇമ്പോർട്ടൻസ് ഓഫ് ദിസ് എക്സൈൻ ലെയർ ഓർ ദ ഇമ്പോർട്ടൻസ് ഓഫ് സ്പോറോപൊളൈനിൻ പ്രസൻറ്റ് ഇൻസൈഡ് ദ എക്സൈൻ ലെയർ? അതിൻ്റെ ഇമ്പോർട്ടൻസ് എന്താണെന്ന് വെച്ചാൽ, ഹൈലി തിക്കായിട്ടുള്ളൊരു മെറ്റീരിയലാണ് ദിസ് സ്പോറോപൊളൈനിൻ ആൻഡ് ഇറ്റ് ഈസ് എ ഹൈലി റെസിസ്റ്റൻറ്റ് ഓർഗാനിക് മെറ്റീരിയൽ. ഓക്കെ, സ്പോറോപൊളൈനിൻ ഈസ് എ ഹൈലി റെസിസ്റ്റൻറ്റ് ഓർഗാനിക് മെറ്റീരിയൽ. അതായത് ഹാർഷായിട്ടുള്ള കണ്ടീഷൻസ് സർവൈവ് ചെയ്യാൻ വേണ്ടി. നമുക്കറിയാം, ഇപ്പോൾ പോളൻ ഗ്രെയിൻസ് റിലീസ് ചെയ്ത് കഴിയുമ്പം, ഫ്ലവർ പോളൻ ഗ്രെയിൻസ് റിലീസ് ചെയ്ത് കഴിയുമ്പം അത് ചിലപ്പോൾ എയർ വഴി അല്ലെങ്കിൽ വാട്ടർ വഴിയൊക്കെ ആയിരിക്കും പോളൻ ഗ്രെയിൻസ് പോളിനേഷനൊക്കെ വേണ്ടിയിട്ട് ട്രാൻസ്പോർട്ടേഷൻ നടക്കുന്നത്, അല്ലെങ്കിൽ ഇൻസെക്ട്സ് വഴി ഒക്കെ. ഒന്നും വേണ്ട, ചില സമയത്ത് പോളൻ ഗ്രെയിൻസ് എയറിലൂടെയൊക്കെ മൂവ് ചെയ്തിട്ടാണ് പോകുന്നത്. അപ്പോൾ ഒരുപാട് ഹാർഷ് കണ്ടീഷൻസ് ഉണ്ടാവും. ഓക്കെ, ഹാർഷ് കണ്ടീഷൻസ്, എൻവയോൺമെൻറ്റൽ കണ്ടീഷൻസിലൊക്കെ ഇതിനെ സർവൈവ് ചെയ്യേണ്ടി വരും നമ്മുടെ പോളൻ ഗ്രെയിൻ. സോ ആ കണ്ടീഷൻസൊക്കെ സർവൈവ് ചെയ്താൽ മാത്രമാണ് എന്ത് ഫോം ചെയ്യുള്ളൂ, അടുത്തൊരു പ്ലാന്റ് ഫോം ചെയ്യാനായിട്ട് അതിന് പറ്റുള്ളൂ അല്ലേ. അതുകൊണ്ട് ഈ ഹാർഷായിട്ടുള്ള ഈ ഒരു സ്പോറോപൊളൈനിൻ ലെയറാണ് ഇങ്ങനെയുള്ള കണ്ടീഷൻസ്, ഹാർഡായിട്ടുള്ള ഈ സ്പോറോപൊളൈനിൻ ലെയറാണ് ഈ ഹാർഷ് കണ്ടീഷൻസൊക്കെ അതിനെയൊക്കെ അതിജീവിക്കാൻ വേണ്ടിയിട്ട് എക്സൈനെ ഹെൽപ്പ് ചെയ്യുന്നത്. ഓക്കെ, സോ ദാറ്റ് ഈസ് ദി ഇമ്പോർട്ടൻസ് ഓഫ് ദിസ് സ്പോറോപൊളൈനിൻ. It is a highly resistant organic material which can withstand high temperature, strong acids and alkali, and also enzymes cannot degrade sporopollenin. അതായത് സ്പോറോപൊളൈനിന് ടെമ്പറേച്ചറിനെ വിത്ത്സ്റ്റാൻഡ് ചെയ്യാം, ആസിഡ്സ്, ആൽക്കലി, അതുപോലെ തന്നെ എൻസൈംസ്, ഇതിൻ്റെയൊക്കെ ആക്ഷൻ കൊണ്ടും സ്പോറോപൊളൈനിനെ നശിപ്പിച്ച് കളയാനായിട്ട് പറ്റില്ല.
അതാണ് അതിൻ്റെ ഇമ്പോർട്ടൻസ്. ഓക്കെ, അപ്പോൾ എക്സൈൻ്റെ ഹെൽപ്പോടെ ഒരു പോളൻ ഗ്രെയിനിന് ഒരുപാട് നാൾ സർവൈവ് ചെയ്യാനായിട്ട് പറ്റും. So, exine is the hard outer layer which is made up of sporopollenin, and sporopollenin is a highly resistant organic material. It can withstand high temperature, acids, alkali and enzymes. ഓക്കെ, ഇപ്പം നിങ്ങൾക്ക് മനസ്സിലായല്ലോ എന്തിനാണ് എക്സൈൻ ലെയർ ഇത്ര ഹാർഡായിട്ട് വച്ചേക്കുന്നതെന്ന്. കാരണം ഇത്രയേ ഉള്ളൂ, എക്സൈൻ ലെയർ ഹാർഡാണെങ്കിൽ മാത്രമാണ് ഹാർഷ് കണ്ടീഷൻസിലൊക്കെ, നമ്മുടെ ഹാർഷ് എൻവയോൺമെൻറ്റൽ കണ്ടീഷൻസിലൊക്കെ പോളൻ ഗ്രെയിന് സർവൈവ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. ഓക്കെ, ദാറ്റ് ഈസ് ദ ഇമ്പോർട്ടൻസ് ഓഫ് എക്സൈൻ. ദെൻ എക്സൈൻ ഹാസ് അപ്പർച്ചേഴ്സ് കോൾഡ് germ pores where sporopollenin are absent. നിങ്ങൾ ഈ എക്സൈനിൻ്റെ സ്ട്രക്ചർ നോക്കിക്കഴിഞ്ഞാൽ അവിടെ നിങ്ങൾക്ക് ചില സ്ഥലങ്ങളിൽ ഇതേ സ്പോറോപൊളനിൻ പ്രസൻ്റ് അല്ലാത്ത ചില റീജിയൻസ് കാണാം അല്ലേ? കണ്ടോ, 3 റീജിയൻസ് നമ്മളിവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട്. കണ്ടോ, കുറച്ചൊരു ഇൻവാജിനേറ്റ് ചെയ്തിട്ടുള്ള റീജിയൻസ്. ദീസ് ആർ നോൺ ആസ് germ pores. ഓക്കെ, germ പോസിൽ ദി സ്പോറോപൊളനിൻ വിൽ ബി ആബ്സെൻറ്റ്. സോ വൈ ദീസ് germ pores ആർ പ്രസൻറ്റ്? എന്തെങ്കിലും ഒരു ഇമ്പോർട്ടൻസ് ഉണ്ടാവുമല്ലോ അവിടെ കുറച്ച് റീജിയൻസിൽ സ്പോറോപൊളനിൻ ആബ്സെൻ്റ് ആയതിന്. That the importance of this germ pore is that during the process of pollination or during the process of fertilization, the pollen tube enters through this germ pores. Okay, pollen tube-inde movement, pollen tube-inde entry നടക്കുന്നത് ഈ germ പോസിൻ്റെ ഹെൽപ്പോടെയാണ്. അത് നിങ്ങൾ ഫെർട്ടിലൈസേഷൻ പഠിക്കുമ്പോൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കും. ഇപ്പം നമ്മൾ പ്രീ ഫെർട്ടിലൈസേഷൻ ഈവൻസ് ആണ് പറയുന്നത്. സോ പോളൻ ട്യൂബിന് എൻട്രി ചെയ്യാൻ വേണ്ടി, അതാണ് germ പോസിൻ്റെ ഇമ്പോർട്ടൻസ്. ദാറ്റ് വിൽ ഹെൽപ്സ് ദ എൻട്രി ഓഫ് പോളൻ ട്യൂബ്സ് ഡ്യൂറിങ് ദ പ്രോസസ് ഓഫ് ഫെർട്ടിലൈസേഷൻ. ഓക്കെ, സോ ദ sporopollenin will be absent in this germ pores. Another importance of pollen grains is that they are preserved as fossils. Okay, you know fossils. ഒരുപാട് വർഷങ്ങൾ കഴിഞ്ഞാലും അവിടെ നമുക്ക് അവിടെ നിലനിൽക്കുന്നവരാണ് ഫോസിൽസ് അല്ലേ? ഒരുപാട് നാളുകൾ കഴിഞ്ഞാലും ഫോസിൽസ് അവിടെ നിലനിൽക്കും. അതിന് റീസൺ ഇതാണ്, എക്സൈൻ്റെ ഔട്ടർ ലെയർ ആയിട്ടുള്ള സ്പോറോപൊളനിൻ that helps in the preservation of these pollen grains as fossils. So exine layer, it is very much important for your exams. It is a hard outer layer made of sporopollenin, which is a hard material, and the sporopollenin is resistant to acids, alkali, temperature and enzymes. Also, this exine has got certain apertures called germ pores where the sporopollenin will be absent, and these germ pores help for the entry of pollen tubes during fertilization.